കുപ്പത്തേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ അത് വലിയ പ്രതിസന്ധിയായിരുന്നു. നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിൽ DPRൽ അപാകത സംഭവിച്ചിട്ടുണ്ട് എന്നത് NHA ഇന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കുപ്പത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, NHA DPRൽ അപാകത ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കും എന്നത് അവർ ഉറപ്പായി നൽകുകയാണ്. ഏത് തരത്തിലേക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നതാണ് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണല്ലോ. പ്രത്യേകിച്ച് മഴ കനക്കാൻ പോകുന്നു. ആ ഘട്ടത്തിൽ മണ്ണിടിഞ്ഞു വീഴുകയാണ്. തുടർച്ചയായി മണ്ണിടിച്ചിൽ കൂടാതെ വീടുകളിലേക്ക് ചെളിയും ഒക്കെ കയറുന്ന അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യാൻ ആണ് ഇവർ പോകുന്നത്? അനുജ, ഒരുപക്ഷെ ഈ ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന ഏറ്റവും കടുത്ത പ്രതിഷേധങ്ങളിൽ ഒന്നാണ് കുപ്പത്തേത്. അത് നമുക്കറിയാം, നാട്ടുകാർ തന്നെ നേരിട്ട് ആ റൂട്ടിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. അവർ ഉന്നയിച്ച അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആശങ്കകൾ പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കുന്ന പ്രതികരണമാണ് ഇന്ന് ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം, അവരുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെ അവിടെ എത്തി പരിശോധിച്ചതിന് ശേഷം അവർ വ്യക്തമാക്കിയത്. ഈ നിർമ്മാണത്തിൽ അപാകതയുണ്ട്, DPRൽ തന്നെ അപാകതയുണ്ട് എന്നതാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ അവർ കുറ്റം സമ്മതിക്കുന്നത്. അതിൽ തെറ്റുപറ്റിയെന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇനിയിപ്പോൾ ഇപ്പോൾ അനുജ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുക? അതിനാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഈ മാസം 27-നകം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയും മറ്റ് അധികൃതരെല്ലാം വാക്ക് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. 27-ാം തീയതി വരെ അവർ കാത്തിരിക്കുകയുള്ളൂ. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കും. അതിന് ചില പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ ദേശീയപാത അതോറിറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ വെള്ളം താഴത്തേക്ക് കുത്തിയൊലിച്ച് വീടുകളിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അത് വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു എന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ കല്ലും ചെളിയും ഒക്കെ താഴേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താൽക്കാലിക സംവിധാനം, ഡ്രൈനേജ് സംവിധാനം അവിടെ ഒരുക്കുന്നതിന് വേണ്ടി അതിൻ്റെ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും എന്ന കാര്യവും ഇപ്പോൾ അവർ പറയുന്നുണ്ട്. അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അതിൻ്റെ നടപടികളൊന്നും ഇന്നും ആരംഭിച്ചിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക എന്നതും ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അതാണ്, അപാകതയുണ്ട് കുപ്പത്ത് എന്നത് NHA സമ്മതിക്കുന്നു. പ്രശ്നം പരിഹരിക്കും എന്നുകൂടി അവർ പറയുകയാണ്.